നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതൊരു ലക്ഷ്യത്തിലും എത്തിച്ചേരാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് വായനാലോകം കീഴടക്കിയ നിമ്ന വിജയ് എന്ന യുവ എഴുത്തുകാരിയെന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA. നിമ്ന വിജയുമായി സംസ്കാര സാഹിതി നിയോജകമണ്ഡലം കമ്മിറ്റിയും ക്രൈസ്റ്റ് കോളേജ് ഇംഗ്ലീഷ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് സംഘടിപ്പിച്ച സംവാദ പരിപാടി ആത്മസ്നേഹത്തിൻ്റെ മഷിയടയാളങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തോമസ് ഉണ്ണിയാടൻ MLA. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സംസ്കാര സാഹിതി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട എന്നോട് എന്ന കത്തെഴുത്ത് മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്കാര സാഹിതി നിയോജകമണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി, സതീഷ് മേനോൻ, ഡോക്ടർ T വിവേകാനന്ദൻ, സിൻഡോ കോങ്കോത്ത്, ഭരത് കുമാർ പൊന്തേങ്കണ്ടത്ത്, ജോൺ നിതിൻ തോമസ്, KG ഉണ്ണികൃഷ്ണൻ, ജോസഫ് പള്ളിപ്പാട്, KS സരിത, സനോജ് രാഘവൻ, ശീതൾ ബാബു എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ ദിനായിരക്കണക്കായിട്ടുള്ള ലക്ഷക്കണക്കായിട്ടുള്ള വായനക്കാരുടെ മനം കവർന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആത്മസ്നേഹത്തിന്റെ മഷിയടയാണല്ലോ. മനസ്സിലായി, നമ്മൾ സ്വയം സ്നേഹിക്കുക. ആ സ്നേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആ നിലയിൽ തന്നെയുള്ള ഒരു സ്നേഹം അവനോട് തന്നെ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥനയാണ് എന്ന് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യപ്രവർത്തകരും അഭിഭാഷകരും ഒക്കെ ആയിട്ടുള്ള ഞങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമുക്ക് നമ്മെ തന്നെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ കഴിയുക? അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മോട് സ്നേഹം തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാകണ്ടേ? അതാണ് ഇവിടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചോദ്യം. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, നല്ല അധ്യാപകർ, നല്ല വൈദികർ, നല്ല പൊതുപ്രവർത്തകർ, എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് അവരുടെ സുഖങ്ങളിൽ പങ്കാളിത്തം വഹിച്ച് അവരുടെയൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും അവരുടെയൊക്കെ ദുഃഖത്തിന് വേണ്ടിയിട്ടും ഒക്കെ മനസ്സ് നമ്മൾ മാറ്റിവെക്കുകയും പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരാളുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ആൾ നമ്മൾ തന്നെയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ BCom ഫിനാൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സഖി സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഇരിങ്ങാലക്കുട കുടുംബ കോടതി ജഡ്ജി വിവിജ സേതുമോഹൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സേവ്യർ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ HR കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഷീബ വർഗീസ് ആശംസകൾ നേർന്നു. ഡോക്ടർ രഞ്ജു ജോസഫ് ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി. വകുപ്പ് മേധാവി അസോസിയേറ്റ് പ്രൊഫസർ KJ ജോസഫ് സ്വാഗതവും സ്റ്റാഫ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ സന്ധ്യ V നന്ദിയും പറഞ്ഞു. എൻ്റെ തലമുറയല്ല നിങ്ങൾ. എൻ്റെ തലമുറയിൽ നീ എങ്ങനെ ചിരിക്കണം, നീ എന്ത് സ്വപ്നം കാണണം, നീ എവിടെ പോകണം എന്ന് നിശ്ചയിച്ചിരുന്നത് ഒരു സമൂഹമാണ്. ഇന്ന് അതിൽ നിന്നും തുലോം മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? നമ്മുടെ കഥ എഴുതേണ്ടത് ചുറ്റുമുള്ളവനാണോ നമ്മളാണോ എന്ന് തീരുമാനിക്കണം. ആ ഒരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ കഥ നിങ്ങൾ എഴുതണോ, അതോ വീട്ടുകാരെഴുതണോ, നാട്ടുകാരെഴുതണോ, മറ്റാരെങ്കിലും എഴുതണോ? നമ്മൾ തന്നെ എഴുതണം. നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ സ്ഥാനം എന്താണെന്ന് തീരുമാനിക്കണം. അതിനുള്ള ശക്തി എല്ലാ സ്ത്രീകളുടെയും ഉള്ളിലുണ്ട്. അത് കത്തിക്കുക. എങ്കിൽ നാളത്തെ തലമുറ നിങ്ങൾക്കായി കാത്തിരിക്കും. ഞാൻ എന്താ
എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുവെന്ന് വിശ്വസിക്കട്ടെ. എങ്ങനെ നമുക്ക് ഈ ആകാശത്തേക്ക് പറന്നുയരാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തി കത്തിക്കാം എന്നുള്ളതിന് കുറഞ്ഞതൊരു 4 കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സാമ്പത്തികമായ സ്വാതന്ത്ര്യം നേടണം. എന്താണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? നല്ലൊരു ജോലി നേടണം. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു ജോലി നേടണം. അതിനെന്ത് വേണം? നമ്മളുടെ പഠനം ഒരു ബിരുദത്തിലോ ബിരുദാനന്തര ബിരുദത്തിലോ ആക്കാതെ നമുക്ക് ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അഞ്ജുമോൻ വെള്ളാനിക്കാരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ CK രാഗേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി VR സുകുമാരൻ പ്രസിഡന്റ്, CK രാഗേഷ് വൈസ് പ്രസിഡന്റ്, TG സിബിൻ സെക്രട്ടറി, ബെന്നറ്റ് തണ്ടാശ്ശേരി ജോയിന്റ് സെക്രട്ടറി, രാഹുൽ അശോകൻ ട്രഷറർ, വിജയകുമാർ മൂലയിൽ, ഷാജൻ ചക്കാലയ്ക്കൽ നിർവാഹക സമിതി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ സത്യം വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പത്രപ്രവർത്തകർക്ക് കഴിയണം. അത് നിർഭയമായി തന്നെ പറയാനായിട്ട് കഴിയണം. അത് എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് മുൻകാലങ്ങളില്ലാത്ത രീതിയിലുള്ള പല ജീർണതകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ലോകത്ത് തന്നെ പത്രങ്ങളെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളെയും കോർപ്പറേറ്റുകൾ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിരവധി കോർപ്പറേറ്റുകൾ സ്വന്തമായി പത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളും ചാനലുകളും ഇപ്പോൾ അവർ കൈയടക്കി അവരുടെ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ പത്രമാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന പലരും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും സത്യം പറയാനായിട്ട് നട്ടല് നിവർത്തി നിൽക്കുന്നവർ ഇപ്പോഴും പ്രാദേശിക പത്രപ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. സമരരംഗത്തുള്ള ഒരാൾ എന്ന നിലയ്ക്ക് കൂടി തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്തായാലും നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ പത്രപ്രവർത്തകർ, നമുക്ക് ഈ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട. എന്താ പറയുക, നമ്മുടെ ഒരു ജില്ലാ കേന്ദ്രം എന്ന് തന്നെ വിശേഷിപ്പിക്കുക. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇരിങ്ങാലക്കുട. വാർത്തകൾ കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ ഇരിങ്ങാലക്കുട. മറ്റു പലയിടത്തും മണ്ഡലം തലങ്ങളിലൊക്കെ മറ്റ് പ്രസ് ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിലും ഇരിങ്ങാലക്കുടയിലെ പ്രസ് ക്ലബിന് ഒരു പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടയിലെ പത്രപ്രവർത്തകർക്കും പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. ഇരിങ്ങാലക്കുട റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾ ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ഡോക്ടർ CM രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് പ്രൊഫസർ AM ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഡയറക്ടർ രാജഗോപാൽ, അസിസ്റ്റന്റ് ഗവർണർ രാജീവ്, GGR അശോകൻ, സെക്രട്ടറി ഹേമചന്ദ്രൻ, ട്രഷറർ TG സജിത്, അബ്ദുൽ ഹക്കീം, അഡ്വക്കേറ്റ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രൊഫസർ AM ജോൺ പ്രസിഡന്റ്, ഹേമചന്ദ്രൻ സെക്രട്ടറി, TG സജിത് ട്രഷറർ എന്നിവർ സ്ഥാനമേറ്റു. ഒന്ന് പറയാനുള്ള നേരങ്ങളിൽ എനിക്ക് ഇല്ലാതെ പോയി. ഇന്ന് ഞാൻ 2 ക്ലബ്ബുകളിലും ഫോട്ടോഗ്രാഫ്സ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അതൊക്കെ നടത്താൻ കഴിഞ്ഞില്ല. ഇനിയും പുതിയ ക്ലബ്ബുകൾ തുടങ്ങാം. കാരണം ഇന്നത്തെ വർഷം പ്രത്യേകിച്ച് നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് റോട്ടറാക്ടറായിട്ട് വന്നതാണ്. അത് റോട്ടറാക്ടർ വന്നുകൊണ്ട് പുതിയ റോട്ടറാക്ടറുകളുടെ എത്ര ഉണ്ടാക്കിയാലും അത് അപ്രീഷിയേറ്റഡായിട്ട് വരും. ഇപ്പോഴത്തെ ഗവർണർക്കും അത് അപ്രീഷിയേറ്റ് ചെയ്തായിട്ട് വരും. പക്ഷേ ഇത് പറയേണ്ട കാര്യം പ്രോഗ്രാമിൽ.
അപ്പോൾ പുതിയ ഇൻ്റർനാഷണൽ പ്രസിഡന്റിൻ്റെ ടീം നമ്മൾ ഉപയോഗിച്ച് റോട്ടറി ക്ലബ്ബ് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ രണ്ടെണ്ണം ഇത് പറയാനില്ല, ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടി വിചാരിച്ച സറൗണ്ടിങ്സ് എല്ലാം കഴിയും. പക്ഷെ ഉണ്ടാക്കിയതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. അതാണ് എൻ്റെ അടുത്ത കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ക്ലബ്ബ് ചെയ്ത ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് പറയാനില്ല. അവിടെ വന്നു നമ്മൾ GNA പ്രൊഡക്റ്റിൽ നിന്ന് ജോഷിയിലേക്ക് കയറിയപ്പോൾ ഒരേ വിധത്തിൽ തന്നെ പോകുന്നത് എല്ലാ ആക്ടിവിറ്റീസും ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഇൻ്റർനാഷണൽ ടീംസിനെ അവരെ സംബന്ധിച്ച് വരുന്നത്. പക്ഷെ ഭംഗിയായിട്ട് ഓരോ ഗവർണർമാർ അവരുടെ AG കൂടി GGR കൂടിയൊക്കെ പഠിപ്പിച്ച് നമുക്ക് തരുന്നുണ്ട്. ഇനിയും ക്ലാസ്സൊക്കെ എടുക്കും, ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കുമ്പോൾ അവർക്ക് തോളോടൊപ്പം തന്നെ നമുക്ക് അതുകൂടി നമ്മുടെ കമ്പനി വേണ്ടി ചെയ്യാൻ കഴിയും. അങ്ങനെ അവർ പ്രത്യേകത വരുമ്പോൾ ഈ ഒരു കൊല്ലം കൂടി വളരെ കൂടുതലാവും. അടുത്ത വർഷത്തെ റിപ്പോർട്ട് കാണിക്കാൻ നേരത്തെ ഇതുപോലെ കുറേ പരിപാടികൾ കാണണം. Dr. Radhakrishnan PhD കേരളത്തിൽ പ്രസ്തുതി യൂണിവേഴ്സിറ്റി സിഗ്നിഫിക്കന്റ് Club Administrator, Rotarian Peer Director. നാദോപാസന ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ മാധവ നാട്യഭൂമിയിൽ സംഘടിപ്പിച്ച നാദ്മി ലാബ് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത ശില്പശാലയും മഹ്ഫിലും സംഗീതാസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. രാംപൂർ സാസ്വാൻ ഘരാനയിലെ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതജ്ഞൻ ഉസ്താദ് ഗുലാം നിയാസ് ഖാൻ പരിപാടിക്ക് നേതൃത്വം നൽകി. ഹിന്ദുസ്ഥാനി വോക്കൽ ശില്പശാലയിൽ സംഗീത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സംഗീത ആസ്വാദകർക്കുമായി രാഗങ്ങൾ, ആലാപ്, ബന്ദിഷ്, അവതരണ ശൈലി എന്നീ വിഷയങ്ങളിൽ പരിശീലനവും സംവാദവും നടന്നു. മഹ്ഫിലിൽ ഉസ്താദ് ഗുലാം നിയാസ് ഖാൻ സംഗീതാവതരണം നടത്തി. ഹാർമോണിയത്തിൽ ജയപ്രകാശ് കേട്ടിയും തബലയിൽ അമിത് രാജും പശ്ചാത്തലമേളമൊരുക്കി. സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നതിന് എന്നും നാദോപാസന മുന്നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്യം നിന്ന് പോകുന്നു എന്ന് തോന്നുന്ന മറ്റു പല കലകളെയും പല സാഹചര്യങ്ങളിലായി നാദോപാസനയുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എത്തിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഏതൊരു കാലഘട്ടത്തിലും എന്നും കലാകാരന്മാരുടെ കൂടെ നിൽക്കുന്ന നാദോപാസന ഇന്ന് നാദോപാസനയുടെയും ഒരുപക്ഷെ ഇരിങ്ങാലക്കുടയുടെയും സംഗീത ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിനു വേണ്ടി ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇത്രയും ആരാധ്യരായിട്ടുള്ള കലാകാരന്മാരുടെ ഒരു കൺസേർട്ട് കൂടെ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.